രക്ഷപ്പെടില്ല ഗൈസ്. അങ്ങനെ ഒറ്റയ്ക്ക് പോയി അവസാനം എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഇപ്പം മണി 3:45. മഴ, നശിച്ച മഴ. അയ്യോ, ഇവന്മാരെ എല്ലാം കൂടി ഒത്തു കൂട്ടി വന്നപ്പോഴത്തേക്ക് പ്രാന്തായതാണ്. നീ എല്ലാം ഒന്ന് ഈ മഴയത്ത് ഇറങ്ങി വന്നാൽ മതി. ആദ്യമായിട്ടാണ് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും അറിയാം, ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടോ കാണും. അല്ലാതെ ഇല്ലെങ്കിൽ പരമാവധി ഞാൻ ഒറ്റയ്ക്കായിരിക്കും. വീഡിയോ എടുക്കാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ ഇന്നാണ് നമ്മുടെ ഗ്യാങ് സെറ്റ് എല്ലാം കൂടി ഒരു ഓക്കെ പറഞ്ഞിട്ട് വാഗമണ്ണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. 10 ദിവസമായിട്ടുള്ള പ്ലാനിങ്ങാണ്. പക്ഷേ എന്തായാലും രാവിലെ 4 മണിയായപ്പം ഒടുക്കത്തെ മഴയായതുകൊണ്ട് ഫുള്ള് റെഡിയായി. ഫുൾ സെറ്റപ്പുകൾ നമ്മളിവിടെ റെഡിയാക്കി നമ്മൾ വെയിറ്റിങ്ങിലാണ്. വണ്ടി ഇതുവരെ നമ്മൾ എടുത്തില്ല, കാര്യം മഴയായതുകൊണ്ട്. ഇതിന്നും മാറി കിട്ടിയാൽ മതി. ഒരു വിധത്തിൽ മഴയൊന്ന് അവസാനിച്ചിട്ടുണ്ട്. വണ്ടിയെല്ലാം എടുത്ത് സെറ്റാക്കി. എന്തായാലും ഞാൻ പോയി ചട്ടി സാറിനെ ഒന്ന് വിളിക്കട്ടെ. എന്തോ ആയി കാണുമോ എന്തോ അവിടെ. ഞാൻ ആഴ്ച നമുക്ക് പോകേണ്ട വണ്ടികൾ 2 ഇവിടെ സെറ്റായിട്ടുണ്ട്. എൻ്റെ അമ്മൻ അങ്ങനെ അടുത്തവനെ വിളിക്കാൻ വന്നപ്പം ഇവിടെ തോർത്ത് കൊടുത്തുകൊണ്ട് കറങ്ങി നടക്കുക. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയി വരുമ്പോഴത്തേക്ക് എന്തെല്ലാം കാണണം എൻ്റെ ദൈവങ്ങളെ. സാധനം നമ്മൾ വിജയകരമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ നടൻ്റെ കൂട്ടില്ലേ ചന്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. ചന്തു വേണ്ട, തിരിഞ്ഞു നോക്കുന്ന സ്റ്റൈലൊക്കെ കിട്ടും. രാജശേഖർ റെഡ്ഡി. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മുടെ വാഗമൺ ട്രിപ്പ് ഓണായിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കാര്യം ഞങ്ങളുടെ 10 ദിവസമായിട്ടുള്ള പ്ലാനിങ് ആണ്. സാധാരണ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 10 പേരുണ്ടെങ്കിൽ അവസാന നിമിഷം ആകുമ്പോഴത്തേക്ക് ഒരു 4-5 പേര് പൊഴിഞ്ഞു പോകും. എന്തായാലും ഈ ട്രിപ്പിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. മഴ മാത്രമേ ഉള്ളായിരുന്നു നമുക്കൊരു പണി തന്നത്. ഏകദേശം പത്തനംതിട്ട വരെ നല്ല മഴയായിരുന്നു. ഗോപ്രോയോ അല്ലെങ്കിൽ ഫോണോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റും കൂടിയായിരുന്നു. ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് ഗ്യാങ്ങിനെ കിട്ടി. അവരൊരു സമുറായിൽ, ആ സമുറായുടെ ബീറ്റും കേട്ട് അവരുടെ പുറകിൽ ഞാൻ കുറേ നേരം നിന്ന്. നമ്മുടെ ആ ഫ്രണ്ടിൽ പോകുന്ന ആ സമുറായാണ്. കുറേ നേരം ഞാൻ സ്ലോ ഡൗൺ ചെയ്ത് അവരുടെ പുറകെ തന്നെ ആയിരുന്നു. ആ ബീറ്റ്, ആ ഒരു RX-100ൻ്റെയും സമുറായുടെയും ബീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഗൈസിരി. അങ്ങനെ എന്തായാലും കുറേ നേരത്തെ ട്രാവലിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ മൈൻഡിൽ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പാലവും അതിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്ന വെള്ളവും. ദാണ്ട് അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ചേട്ടനും ആ ഗ്യാങ്, നമ്മുടെ പിള്ളേരെല്ലാം വണ്ടി നിർത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മുടെ നനഞ്ഞ റെയിൻകോട്ടും അതുപോലെ തന്നെ വെള്ളം കയറിയ ഷൂസും എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് യാത്ര ആരംഭിച്ചത്. അങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ, അന്യായ വ്യൂ അല്ലേ. വെള്ളം കിടക്കുന്നില്ലാന്ന്. മേഘയോ? ഇവിടെ വന്നിട്ട് അവന് പെമ്പിള്ളാരുടെ പേരിന്റെ വിചാരമേ ഉള്ളൂ. പിന്നെ നമ്മൾ ടോപ്പിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ മുതൽ കാണുന്ന ഓരോരോ വ്യൂ പോയിന്റിൽ നിർത്തി. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഗ്യാങ്ങായിട്ട് വന്ന ആൾ അറിയാലോ, ഒരാൾ വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ അടുത്തുള്ള ഉറപ്പായിട്ടും ചവിട്ടും. ഇങ്ങനെ ഓരോരോ വ്യൂവും കണ്ട് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എന്തായാലും കുറേ നേരം നമ്മൾ ഇതുപോലുള്ള വ്യൂ പോയിന്റുകളിൽ സ്പെൻഡ് ചെയ്ത് തന്നെയാണ് അവിടെ നമ്മൾ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് യാത്രയായത്. പിന്നെ എന്തായാലും നമ്മൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പരുന്തുംപാറ ലക്ഷ്യമായുള്ള യാത്രയാണ് ആരംഭിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ ഒരു പക്ഷേ വെയിൽ കൊള്ളാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പരുന്തുംപാറയായിരുന്നു നമ്മുടെ മൈൻഡിലെ ലക്ഷ്യം. പോകുന്ന വഴി ഒറ്റ സ്പോട്ട് മാത്രം നിർത്തണം എന്നുണ്ടായിരുന്നു. നമ്മുടെ വളഞ്ഞങ്ങാനമാണത്. വളഞ്ഞങ്ങാനത്ത് ആ വാട്ടർഫോൾസ് കൂടി കണ്ട് അവിടെ നിന്നൊരു ചായ അടിച്ചിട്ടാണ് പിന്നെ നമുക്ക് മൂവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വട്ടം നമ്മൾ ഒറ്റയ്ക്ക് പോയാലും ആ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബ് തന്നെ ആയിരുന്നു ഗൈസ് അത്. പിന്നെന്തായാലും അങ്ങനെ കുറേ നേരത്തെ ഒരു ട്രാവൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങും നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ല. വണ്ടി നിർത്താത്തതിൻ്റെ മെയിൻ കാര്യം നമ്മൾ ആ പറഞ്ഞത് തന്നെയാണ്, പരുന്തുംപാറയിൽ വെയിൽ വരുന്നതിന് മുന്നേ നമുക്ക് എത്തണം. ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ വളഞ്ഞെങ്കാനം വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്തായാലും മൂവ് ചെയ്യുന്നുള്ളൂ എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു ഗ്യാങ്ങിൽ.
അങ്ങനെ വളഞ്ഞങ്കാനത്തെ ചായ കുടിക്കും അവിടുത്തെ വെള്ളച്ചാട്ടവും കണ്ടതിന് ശേഷം നേരെ പരുന്തുംപാറയായിട്ടുള്ള യാത്രയാണ്. പരുന്തുംപാറ ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു എത്താൻ അതിന് വേണ്ടി ദൂരമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 1-2 കിലോമീറ്ററിൽ നമ്മൾ പരുന്തുംപാറ എത്തിച്ചേരും. എന്തായാലും ആ പോകുന്ന വഴി ദാണ്ട് ഈ കണ്ട സ്പോട്ടിൽ അങ്ങ് നിർത്തി പരുന്തുംപാറ കണ്ടുപിടിക്കുക. ഏത് കുഴിയിൽ പരുന്തുംപാറ എത്തുന്നതിന് ഒരു 2 വളവിന് താഴെയാണ് ഈ സ്പോട്ട്. അവിടെ കയറി നിന്നാൽ നല്ല രസമാട്ടോ. നമുക്ക് ആ ലോങ്ങിൽ കാണുന്ന ആ വ്യൂ നല്ലൊരു രസമാണ്. ആ വ്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പരുന്തുംപാറ എത്തിക്കഴിഞ്ഞപ്പം കുറച്ച് ടീമുകൾ അവിടെ നിന്ന് ഗ്യാങ്ങായിട്ട് നടന്നു വരുന്നത് കണ്ടു. പക്ഷെ അവർ നടന്നു വരുന്നത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു വ്യൂവിൽ തൊട്ടിപ്പുറത്തെ സൈഡിൽ ഇവരെല്ലാവരും കുണുങ്ങി നടന്നു വരുന്ന കാണാനൊരു നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു ഞാനവിടെ. ഉറപ്പായിട്ടും മിസ് ചെയ്യില്ലടാ മച്ചി. സുണു മിസ് ചെയ്യോ? സുണുന്റെ അടുത്ത് നീ മിസ് ചെയ്യടാ. സുണു നീ മിസ് ചെയ്ത് ഞങ്ങാണെ ഇങ്ങ എത്തുവോ? ആര് നടന്നു പോന്ന്? ഹെൽമെറ്റ് പിന്നെ എല്ലാരും കയ്യിലിടും. നിങ്ങൾ വണ്ടി വെച്ചില്ലല്ലോ. ഇതെനിക്ക് വണ്ടി വെച്ചിട്ട് ഒരു വിഷമം. ഓ എന്തിനാ കൈ ഇരിക്കട്ടെ വെറുതെ. ഇല്ല അവിടെ എടാ 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 ചന്തു, സത്യം പറഞ്ഞു, നിനക്ക് ഇവിടെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ? ഇവിടെ നിന്നേ, ഇവിടെ അല്ലല്ല ഇവിടെ നിന്നിട്ട് ചന്തു മെസ്സേജ് ഇടും. മെസ്സേജ് ഇടുന്ന സമയത്ത് അവിടുന്ന് തിരിച്ച് സിഗ്നൽ കാണിക്കും, ലേസർ അടിച്ച് കാണിക്കും. അണ്ണാ നാ ഇങ്ങ ഇരിക്ക അണ്ണാ. അർജിയെ മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ജട്ടിയുടെ ഓട്ടയ്ക്കകത്ത് കുട്ടിയേട്ടാ പ്രശ്നമായി. ചന്തുവിന് എന്താ പറ്റി? അങ്ങോട്ടൊന്നും അല്ലടാ ചന്തു. എല്ലാരും പോകുന്ന വഴി നമുക്ക് എന്തിനാണ് ചന്തു പുതിയ വഴി വെട്ടിപ്പോവാടാ നമ്മളത്. പക്ഷെ ഈ ഫോണും കൊണ്ടേ വീഡിയോ പിടിച്ചോണ്ട് താഴെ വരെ പോകുന്ന റിസ്ക്കാ. പോക്കറ്റ് ഇടാം, താഴെ ചെന്നിട്ട് ബാക്കി എടുക്കാം. അല്ലേ ചട്ടി? ചട്ടി ഓയ് പറയൂ ഗാസ്. കാർത്തികിനെ വന്നോണ്ട് നഷ്ടമൊന്നുമില്ല ഗൈസ്, സീരിയസ്ലി അടിപൊളി. ഞാൻ വിചാരിച്ചു കോടയൊന്നും കിട്ടത്തില്ല, പക്ഷെ കോട എന്തിന് കോടയെക്കാളും കിടലും വ്യൂ അല്ലേ? കോട ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്യൂ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ഇല്ലടാ, കോട ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ വ്യൂ കിട്ടത്തില്ലായിരുന്നു. കോട ഉണ്ടായിരുന്ന ഈ വ്യൂ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. വിഷണ ഗോപ്ര എല്ലാം സെറ്റ് ചെയ്ത് ബാറ്ററി ഇട്ടില്ല. ഓണാക്കുക, കൊറേ നേരമായിട്ട് ഓണാക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ പരുന്തുംപാറയുടെ വ്യൂവിലേക്ക് പോവുകയാണ്. താഴെ ചെന്നിട്ടായിരിക്കും അവസാനം വിളിക്കാൻ വാ തുറക്കുന്നതിന് മുന്നേ താഴെ ചെല്ലും. പിന്നെ മാത്രമേ വരൂ. അപ്പൊ ആരെങ്കിലും ചന്തു ഞാൻ പറഞ്ഞില്ലേ, അതാ ഒരാളെങ്കിലും വേണ്ടത്.
വിളിച്ചു പറയേണ്ട ആളാ അവൻ, വിളിച്ചു പറയേണ്ട ആളാണ്. അല്ലേ ഇവിടെ എനിക്കുള്ള BSNL സിം ഇമാരെ വിളിക്കണ്ടേ? എടാ നീല അത് കണ്ടോ വെള്ളം ഒഴുകുന്നേ മാൻ. ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ S24 വല്ലതും എടുക്കേണ്ടി വരും. അങ്ങനെ വെള്ളമൊക്കെ ഒരു തുള്ളി വീഴുന്ന എൻ്റെ മോനെ. അങ്ങനെ അവസരം പരുന്തുംപാറ എന്ന് പറഞ്ഞ് പരുന്തുംപാറയിലെത്തി. അതെ ഗൈസ്, നമ്മളിപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത് പരുന്തുംപാറയിലാണ്. ഓ എൻ്റെ മോനെ, ഞാൻ വെള്ളച്ചാട്ടം കണ്ടോ? വിളിയിട്ട് സുണു. എടാ എനിക്ക് എല്ലാം ഒന്ന് വോയിസ് ഓവർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഇപ്പോഴേ ഞാൻ പറയുക. ഇതൊക്കെ വരുമോ? അതാ 15 മിനിറ്റിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നീ അപമാനമാടാ. ചന്തോണ്ണ ഇവിടുന്ന് ഒറ്റ ഓട്ടത്തിന് താഴെ എത്താൻ പറ്റൂ? കോപ്പിറൈറ്റ്. കുറേന്ന് വെയിലടിക്കുന്നുണ്ടേ. ചട്ടിയുടെ വെയിലാണ്. ചട്ടിയുടെ വെള്ളക്കകത്ത് അടിച്ചു വരുന്നത്. ചട്ടിയുടെ വെള്ളക്കയിലടിച്ചു. ഇവനെല്ലാരും ഇന്നലെ നിർബന്ധം വൈറ്റ് വേണമെന്ന്. അവനായിരുന്നു വൈറ്റ് വേണം നിർബന്ധം. വൈറ്റ് ഹുഡ് ഇട്ടേ പറ്റത്തുള്ളൂ. ഇവിടെ പരുന്തുംപാറ വരുന്ന എന്നോട് പറയുന്നേ, ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ താഴെ എടുത്ത് ചാടാൻ തോന്നുന്നു. അത്ര വൈബാണ്. വേറെ ആരുമല്ല അതാണ്ട് മുഖം ഒന്ന് കാണിച്ചേക്ക്. ഇവനാണോ ഫോൺ പിടിച്ചോണ്ടിരിക്കുന്നത്? അവിടെ സെൽഫി എടുക്കണേ. ചട്ടി പറയണോ? അറ്റത്ത് വന്ന് നിൽക്കുന്നത് അവിടെ. ഒരു മണിക്കൂറായിട്ട് ഇവിടെ കുത്തിയിരുന്നിട്ട് ഇപ്പഴാ കോട വരുന്നത്. ഓ ഇനി ഒന്നാകുമോ? അല്ല ഈ വീഡിയോ എടുത്തിട്ട് കഴിയുമ്പോ സുണുവിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. സുണു ഉറപ്പായിട്ട് കാണും. എടാ ഗോപ്രയുടെ ചാർജ് തീർക്കരുത് കേട്ടോ, അത് പിന്നെ വണ്ടി കുത്തിയിടാം. കണ്ടോ എടാ ചട്ടി, നിന്നോട് പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പം പറഞ്ഞേ എടാ കോട വരത്തില്ലെന്ന്. ഇപ്പൊ കണ്ടോ വന്നത് കണ്ടോ? ഇരിക്കുമ്പോഴാ പെട്ടെന്ന് കോട വരുന്നത്. വാങ്ങുന്നു അത്രയ്ക്ക് വേണോ? റെയിൻകോട്ടൊക്കെ വണ്ടിയല്ലേ? ഇവനെ കൊച്ചുനാളി കുഞ്ഞമ്മ എങ്ങും വിടാത്തതിന്റെ ഇപ്പൊ അങ്ങ് ആഘോഷിക്കുക. അതാണ് ജോലി പ്രഷർ. പറഞ്ഞ ലീവ് എടുത്ത് എത്ര പേരിട്ടാ? ദോയിരിക്കുന്നു ഈ കല്ലെടുത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നീങ്ങാം. അതാ ഇവിടെ കൂടുതലിരുന്ന് ആലോചിച്ചിട്ട് തന്നെ നീ താഴെ കാണാൻ ചാടി കഴിഞ്ഞു. അതാ വണ്ടി ഓടിക്കുന്ന വിഷയം. അതാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ വിഷയം. അതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നടക്കാം. ഓക്കെ, അങ്ങനെ പരുന്തുംപാറയിലെ അലമ്പിന് ശേഷം
1 മണിക്കൂർ ഫുള്ള് ഇവിടെ അലമ്പായിരുന്നു കേട്ടോ. പെരുന്തൽമാറത് ഇവിടെ പറയുകയാണ്, പക്ഷെ തീരുന്നില്ല. അടുത്ത സ്പോട്ടിലോട്ടാണ് പോകുന്നത്. കാര്യം വർക്ക് പ്രഷർ കാരണം തലയ്ക്ക് പ്രാന്ത് പിടിച്ചിറങ്ങിയിരിക്കുകയാണ് എല്ലാവരും. അപ്പം എല്ലാവരും തന്നെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ ഇടയിൽ കൂടി അപ്പം നമുക്ക് പരുന്തംപാറയിൽ നിന്ന് ഓഫായിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എൻ്റെ അമ്മച്ചിയെ കുഴി ബാ. ആ കോട വന്നും പോയി എനിക്ക് ഫോണിൻ്റെ ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയ റിസ്ക്. ചാർജ് 100% വന്നിട്ട് വണ്ടിയുടെ വീഡിയോ എല്ലാം കൂടി എടുത്ത് വന്നപ്പോഴത്തേക്ക് 42. ഇനി ചാർജ് ചെയ്യാൻ എവിടെയെങ്കിലും കട വല്ലതും കയറേണ്ട അവസ്ഥയായി. നമ്മളവിടുന്ന് ഒരു മേളിലെത്തി ഗൈസ്. എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കോട വന്നു. ഗൈസ് ചെറിയൊരു അബദ്ധം പറ്റി ഗൈസ്. നമ്മൾ നല്ലൊരു ഫുഡ് സ്പോട്ടിലാണ് കയറിയത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡ് വഴി അവിടുന്ന് നമ്മൾ നേരെ വന്ന് അവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ആ പാറ എടുത്തുനിന്ന് ഒരു 2-2.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ബ്രോ കിടിലം ഫുഡാണ് ഗൈസ്. നമ്മളിപ്പോൾ വന്ന് കഴിച്ചപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. ലൈവായിരുന്നു. പൊറോട്ട, അപ്പം, മുട്ടക്കറി അങ്ങനെയൊക്കെ നമ്മൾ മിക്സ് ചെയ്താണ് വാങ്ങിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഇനിയുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർലിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് നമ്മുടെ യാത്ര. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് നമ്മളവിടെ തിരക്കിപ്പോൾ കിട്ടിയാറോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് സുഹൃത്തുക്കളെ. ഇനി മറ്റേതായിരുന്നു കിട്ടില്ല. ചട്ടി അതിൻ്റെ വില വയ്ക്കാൻ പോയതാണ്. മീനിന്റെ വില എത്ര? കിലോയ്ക്ക് എത്ര ചേട്ടാ? ഇത് കണ്ടോടാ കെട്ടി വെച്ചേക്കുന്നുണ്ടോ? ഓ ക്യാമറ കൂടി ഇത് നോക്ക്, സ്കൈ നോക്ക്. ഓ സ്ലോ മോഷനാണോ? എടാ നമുക്ക് നാച്ചുറൽ സാധനമാണ് വേണ്ടത്, അല്ലാതെ ഇവിടെ ഒന്നും പിടിക്കുകയൊന്നും ചെയ്യല്ലേ. വേണ്ട തേയില പറിക്കുന്ന വിരള അമ്മച്ചി, തേയില പറിക്കുന്ന വിരള നല്ല തഴമ്പാ. ഇവിടെ ഒന്ന് പെടുത്തു കഴിഞ്ഞാൽ പറിച്ചെടുത്തോണ്ട് പോകും. അതുകൊണ്ട് അവരൊക്കെ കമ്പനിയായി കേട്ടോ. ആര് തരക്കാര് കമ്പനിയായി. അവിടെ വെള്ളമില്ലടോ ഓമ്പി. നമ്മൾ തേഞ്ഞ് കാശ് പാനി നെഹി. ആ പിന്നെ എടാ നമ്മള് നാച്ചുറൽ സാധനമാണ്, നേരത്തെ പറഞ്ഞതിന്റെ കേട്ടു. വെള്ളം പക്ഷെ പൂ കൊള്ളാം കേട്ടോ, മരത്തിൽ കിളിച്ചിരിക്കുന്നു. എടാ ഇതൊരു പത്തനംതിട്ടക്കാരന്റെ ഈ പ്രോപ്പർട്ടി, ഈ തേയിലത്തോട്ടം. തോമസ് മാത്യു. എത്ര ഏക്കറാന്ന് അറിയോ? 3000 ഏക്കർ. 3000 ഏക്കറോ? ആര് പറഞ്ഞു? ഇല്ല പുള്ളിയോ? 3000 ഏക്കറായത്. പുള്ളിക്ക് ഇനി 300-3000 ആയതാന്ന്. 300 ഏക്കറേ ഉള്ളൂ. എവിടെയാ തോന്നറിയോ? ഏലപ്പാറ മുതൽ ഇങ്ങോട്ടായുടെ പുള്ളിയുടെയോ? ഏലപ്പാറ എസ്റ്റേറ്റ് കഴിഞ്ഞിട്ടല്ലേ? അല്ലല്ല മൺസൂൺ വൈവ് ആണെങ്കിൽ അടിപൊളി. നമുക്ക് അതിനു വേണ്ടി നമുക്ക് ഒരു ദിവസം നമുക്ക് വരാം. അതെ അതെ അതെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൊടൈക്കനാലിനെക്കാട്ട് സൂപ്പറാണ് കൊടൈക്കനാൽ. വാഗമണ്ണല്ല ഈ ഒരു ഏരിയ. വാഗമണ്ണല്ലേ? വാഗമണ്ണല്ലേ? കൊടൈക്കനാലിനേക്കാളും കൊള്ളാന്നാ പറഞ്ഞത്. അതല്ല ചോദിച്ചേ, വാഗമണ്ണല്ല ഈ ഏരിയ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തുവാന്ന്? വാഗമണ്ണിലാണ് ഈ സ്ഥലം. നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. അതായത് രമണ വ്യൂ കൊള്ളാം കേട്ടോ. ചുമ്മാ അല്ല, ചെറുക്കൻ മുള്ളാൻ പോയതല്ല. താഴെ പോലെ ഒത്തിരി പോകണ്ട. അവിടെ തന്നെ പോയാൽ വഴിയുണ്ടെണ്ണ. മറ്റേ തേയില തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ ഇറങ്ങാനുള്ള അതേ കൂടെ ഇറങ്ങിയാൽ പോവാ. ചാലയുടെ ലൊക്കേഷനിൽ വന്നിട്ട് വെള്ളമില്ലാതെ ഞങ്ങൾ ദയനീയമായി, അത്യാവശ്യം നല്ല വെയിലുമായി തുടങ്ങി, ദയനീയമായി ഞങ്ങൾ ഇവിടുന്ന് ചലിക്കുകയാണ് ഗൈസ്. പിന്നെ അതുകൊണ്ടില്ല മരത്തെ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിങ്ങാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലോട്ട് ഒരു മൺസൂൺ ടൈം നോക്കി വരണ്ടേ ആയിരുന്നു.
എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് നമുക്ക് ഫിക്സ് സാധനമാണ് കിട്ടിയിരിക്കുന്നത്. വന്നതിൽ നഷ്ടമില്ല എന്നൊരു വൈബ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തോമ നിന്നെ കൊണ്ട് സാധിക്കും. ഓ വിറക്കിത് ഒരു ഫോട്ടോ എടുക്കാൻ കയറിയതാണ്. ഗൈസ്, അങ്ങനെ എന്തായാലും നമ്മൾ ചാർലിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ടുള്ള യാത്രയാണ്. ഇനി എന്തായാലും ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ അടുത്തൊരു സ്പോട്ടിലോട്ടുള്ള യാത്ര. എന്തായാലും തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ബാലൻസ് നമുക്ക് വാഗമൺ ട്രാവൽ ടു അല്ലെന്നുണ്ടെങ്കിൽ വാഗമണിൻ്റെ ഒരു 2ാം പാർട്ട് പോലെ നമുക്ക് ചെയ്യാം. എന്തായാലും ഓക്കെ, അടുത്ത പാർട്ട് വരുന്നവരെ ബൈ.